ഒന്നുമല്ല അവരുടെ കേന്ദ്രം, മൗറീഷ്യസിലേക്കാണ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് ഈ കണക്കിൽ തന്നെ കേരളത്തിൽ ഒരാളുണ്ടല്ലോ നേരത്തെ വന്ന ലിസ്റ്റിൽ. കേരളത്തിൽ ഒരു പ്രമുഖ മാധ്യമ കുടുംബവുമായി ബന്ധപ്പെട്ട രാഹുൽ എന്ന് പറയുന്ന ഒരാൾ ഈ കള്ളപ്പണക്കാരുടെ ലിസ്റ്റിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് കള്ളപ്പണമല്ല. വിജയ് മല്യ പറഞ്ഞു, ഞാൻ NRI ആണ്, എനിക്ക് ലോകത്താകെ ബിസിനസ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ കച്ചവടം അങ്ങനെ നടക്കുന്നതെന്ന്. അപ്പോൾ എങ്ങനെ അഴിമതി ഉണ്ടാകുന്നു? ആ അഴിമതിയിലൂടെ കള്ളപ്പണം ജനിക്കുന്നു. കള്ളപ്പണം എന്ന് പറയുന്നത് ഈ കട്ടുകൊണ്ടുവരുന്ന പണമല്ലല്ലോ, നികുതി വിധേയമല്ലാത്ത സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങളെ വെട്ടിച്ച് സമ്പാദിക്കുന്ന പണമാണ്. അത് അഴിമതിയിലൂടെ ഉണ്ടാകുന്ന പണമാണ്. അഴിമതിയിലൂടെ ഉണ്ടാകുന്ന പണത്തിലൂടെ ജീവിക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെ അതിനെതിർക്കാൻ കഴിയും? കാരണം ഞാൻ പറയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഇന്ത്യയിലാകെ ഓരോ സ്ഥാനാർത്ഥികൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന പണം, ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, അദ്ദേഹം അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു, ആ കേന്ദ്രമന്ത്രിക്ക് ഡൽഹിയിൽ നിന്ന് വന്ന പണം ഒരു കോൺഗ്രസ്സുകാരൻ കൊണ്ടുവന്നിട്ട് പെട്ടി കട്ടുപോയ കഥ നമുക്കറിയാലോ. ഇങ്ങനെ ഈ കള്ളപ്പണം വീതിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി ഇപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവസ്ഥ എന്താ? കോടിപതികളുടെ മഹാഭൂരിപക്ഷമാണ്, 80%-ലേറെ. അപ്പോൾ പണക്കാരന് മാത്രം, ഈ ശതകോടീശ്വരന്മാർക്ക് മാത്രം രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇന്ന് ഇന്ത്യയിലുണ്ട്. അത് ഈ അഴിമതിയിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ ഈ കള്ളപ്പണത്തിൻ്റെ സാമ്രാജ്യമാണ് ഇന്ത്യൻ ബൂർഷ്വാ രാഷ്ട്രീയം. അപ്പോൾ അതിനെ തൊട്ട് കളിക്കാൻ കോൺഗ്രസിനും കഴിയില്ല, BJPക്കും കഴിയില്ല എന്ന വസ്തു. അതുകൊണ്ടാണ് സാങ്കേതിക ചർച്ചയിലേക്ക് മാത്രം പോകുന്നത്. ഇവർ രണ്ടുപേരും സാങ്കേതിക ചർച്ച നടത്തുന്നതാണ് മനോജ് പറയുന്നത്. എന്തുകൊണ്ടു താങ്കൾ അഴിമതി വിരുദ്ധ മുന്നണിയുടെ നേതാവ് കൂടിയാണ്, VSDPയുടെ ചെയർമാന് പുറമെ. എന്ന് തോന്നുന്നു ഈ BJPയും കോൺഗ്രസും അദ്ദേഹം ദേശാഭിമാനിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ പാർട്ടിയെ കൂടി റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. ഈ മൂന്ന് പാർട്ടിക്കാരും തമ്മിൽ തർക്കിക്കുന്നുവെങ്കിലും എല്ലാ പാർട്ടിക്കാരിലും അഴിമതിക്കാരുണ്ട്. എൻ്റെ പാർട്ടിയിൽ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. എത്രയോ പേരുണ്ട്. അപ്പോൾ ആരും ഇതിൽ വ്യത്യാസമല്ല. ഈ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ അഴിമതി തുടങ്ങുന്നത്. സാധാരണക്കാരിൽ നിന്ന് ഒരിടവും അഴിമതി ഉണ്ടായിട്ടില്ല. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അത്യാവശ്യ പരിപാടികളും വലിയ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അഴിമതികളുണ്ട്. ആ അഴിമതി തന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത പൈസകൾ മറ്റു പലരുടെയും വിദേശത്തുകൊണ്ടിടേണ്ടി വരുന്നു. ഈ തുക മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന എത്രയോ ബാങ്ക് ഇന്ത്യയിലുണ്ട്. അപ്പോൾ നേരായ മാർഗം സ്വീകരിക്കാതെ ജനങ്ങൾ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അല്ല, ഇവിടെ സാധാരണക്കാരായി ഇപ്പോൾ പറഞ്ഞു ഒരാൾക്ക് 15 ലക്ഷം രൂപ വെച്ച് കിട്ടേണ്ടതാണ് 125 കോടി ജനങ്ങൾക്ക്. അത്രമാത്രം ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് മറ്റ് സ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നത്. ഇത് നികുതിപ്പണമായി, ഇതിൻ്റെ ഏതാണ്ട് 30% നികുതിപ്പണമായി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കേണ്ടതും ഇന്ത്യയിലെ 30 കോടി ജനങ്ങൾ പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണി മാറ്റാൻ ഈ കള്ളപ്പണം ഇവിടെ ഇന്ത്യയിൽ വന്നാൽ മതി. അത് എന്തുകൊണ്ട് കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നില്ല? അതിനെ സംബന്ധിച്ച് ഉണ്ണിത്താൻ ചേട്ടൻ പറഞ്ഞ പോലെ കോൺഗ്രസ് വളരെ കാലം അത് ശ്രമിച്ചില്ലെങ്കിലും BJP ചെറുതായിട്ട് ഇലക്ഷന് വേണ്ടി ജയിക്കാൻ പറഞ്ഞ അത്ര സ്പീഡ് ആ കാര്യത്തിൽ BJPക്കും ഇല്ല. ആ ഒരു വന്ന സ്പീഡ് ജയിച്ചതിന് ശേഷം കുറച്ച് പുറകോട്ട് പോയി അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ, 55,000 പേർക്ക് അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു 55 പേരുടെ പേരുകൾ പോലും പ്രഖ്യാപിക്കാൻ ഇപ്പോഴും ആരും തയ്യാറാവുന്നില്ല. 627 പേരുടെ ലിസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നു. 55,000 പേരുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പോഴല്ല ആദ്യമായിട്ട് വരുന്നത്. അസാഞ്ചെ എന്നുള്ള വളരെ പ്രമുഖനായിട്ടുള്ള അമേരിക്കയെ വേട്ടയാടിയ, അമേരിക്കയുടെ അടക്കം ഒരുപാട് രഹസ്യങ്ങൾ പുറത്തിറക്കിയ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അഴിമതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കള്ളപ്പണം മറ്റ് ഫോറിൻ ബാങ്കുകൾ നിക്ഷേപിച്ചവരുടെ സംഖ്യയിൽ ഇന്ത്യക്കാരാണ് ഒന്നാം സ്ഥാനത്ത്. ചൈനയേക്കാൾ, അമേരിക്കയേക്കാൾ, യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഒരുപക്ഷെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, നമ്മൾ പറയില്ലേ എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാരുണ്ടെന്ന് പറയുന്ന പോലെ ഇന്ത്യക്കാർ 30 കോടി പട്ടിണിയിലാണെങ്കിലും നമ്മളാണ് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരും ഏറ്റവും കൂടുതൽ പണം വിദേശ ബാങ്കുകൾ നിക്ഷേപിച്ചിരിക്കുന്ന രാജ്യം. ഇതെന്താണ് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകുന്നത്? ഇത്ര ഹിപ്പോക്രസി അല്ലേ ഇത്? നമ്മളിതിൻ്റെ മനോജ് പറഞ്ഞ പോലെ ഇതിൻ്റെ സാങ്കേതികത്തെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വിവാദമുണ്ടായാൻ ഇടയായ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ജനീവയിലെ ബാങ്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. നേരെ മറിച്ച് ഇത് ലോകത്തിലെ 70 രാജ്യങ്ങളിലെ ബാങ്കുകളിൽ പിന്നെ ജെയിംസ് പറഞ്ഞ പോലെ ഇന്ത്യക്കാർക്ക് അക്കൗണ്ടുകളുണ്ട് 70 രാജ്യങ്ങളിൽ. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും പേര് പറയേണ്ട കാര്യമില്ല. 70 രാജ്യങ്ങളിൽ ലോകത്ത് നമ്മുടെ ഇന്ത്യക്കാർക്ക് അക്കൗണ്ടുകളുണ്ട്. പറഞ്ഞോട്ടെ, ഈ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും വന്നതിന് ശേഷം നിയമാനുസൃതമായി ഇന്ത്യൻ പൗരന്മാർക്ക് ലോക ബാങ്കുകളിൽ അക്കൗണ്ട് എടുക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. നമ്പർ 1. 2, വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന, വിദേശ രാജ്യത്ത് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് ആ രാജ്യത്ത് പണം നിക്ഷേപിക്കാനുള്ള അവകാശമുണ്ട്. സ്വാഭാവികമായി അവിടെ പണം നിക്ഷേപിച്ചാൽ 2 രാജ്യങ്ങൾ നികുതി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ മാത്രമല്ല
പല രാജ്യങ്ങളും അവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ തുച്ഛമായ നികുതി ഈടാക്കുന്നവരുണ്ട്. ചിലർ അവിടെ തന്നെ പണം നിക്ഷേപിക്കാൻ വേണ്ടി നികുതി വാങ്ങാത്തവരുണ്ട്. മാത്രമല്ല ഈ ഇടുന്ന പണത്തെക്കുറിച്ച് വളരെ ഗോപ്യമായി വളരെ രഹസ്യമായി ഈ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യണം. ഇപ്പം നമ്മളിവിടെ കിടന്ന് വാദപ്രതിവാദം ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ 627 പേരുടെ പേരാണ് സുപ്രീം കോടതിയിൽ പിന്നെ BJP ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തു എന്ന് പറയുന്ന ലിസ്റ്റ് ഈ പിന്നെ സുപ്രീം കോടതി രൂപീകരിച്ച അന്വേഷണ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. സമാന്തരമായി ഗവൺമെൻറ് അന്വേഷണം നടത്തുന്നുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ 627 ആയാലും ഇനി വരാനിരിക്കുന്ന ഒരു 1000 ആയാലും നിങ്ങൾ ഈ പറയുന്ന എത്ര ആയാലും അതിൽ എത്ര പേരാണ് കള്ളപ്പണമുള്ളവർ, അല്ലെങ്കിൽ എത്ര പേരുടെ അക്കൗണ്ടുകളാണ് കള്ളപ്പണമെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് ഇത് നിയമാനുസൃതമായി വ്യവസ്ഥാപിതമായി പണം ഡിപ്പോസിറ്റ് ചെയ്ത ആളുകളെ ഒഴിവാക്കി ആ കള്ളപ്പണക്കാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് നമുക്ക് ആരോഗ്യപരമായ ഒരു ചർച്ചയ്ക്ക്. ഇത് കള്ളപ്പണമല്ലെങ്കിൽ, ഇത് നിയമാനുസൃതമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം ഇവർ നിഗൂഢമായി അല്ലെങ്കിൽ ഫോറിൻ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകുന്നു? ഇതിൽ എന്തൊക്കെയോ ആർക്കൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളതല്ലേ എൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ജെയിംസിനോട് പറയാം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. ഈ പറയപ്പെടുന്ന അക്കൗണ്ടുള്ള മുഴുവൻ ആളുകളുടെ പേരിലും പ്രോസിക്യൂഷൻ നടപടി സ്വീകരിച്ചാൽ മതി. പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്ന ആരുടെ പേരിലും ഈ ഇരട്ട നികുതിയുടെ ഇത് വരുന്നില്ല. അവർക്കെതിരെ അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ ഒരു രാജ്യങ്ങൾക്കും വിസമ്മതമില്ല. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് ഇത് കള്ളപ്പണമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് നീങ്ങിയാൽ ആ പ്രോസിക്യൂഷൻ നടപടിയെ നേരിടുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ പേരുകൾ പരസ്യമാക്കാനുള്ള അവകാശം അധികാരം ഗവൺമെൻറ്റുണ്ട്. ആ അവകാശം ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഗവൺമെൻറ്റാണ് നിർവഹിക്കേണ്ടത്. അല്ല, കോൺഗ്രസ് ഇത്രകാലം ഭരിച്ചിട്ട് എന്തുകൊണ്ട് അത് വെളിവാക്കി? അല്ല, കോൺഗ്രസ് ഇത്രകാലം ചെയ്യാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്. ഒരു പ്രതിപക്ഷത്തിരിക്കാനുള്ള വോട്ട് പോലും തരാതിരുന്ന അതുകൊണ്ടാണല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കാം. അപ്പൊ കോൺഗ്രസ് ചെയ്യാത്തത് കൊണ്ടാണ് കോൺഗ്രസിനെ അധികാരത്തിൽ പുറത്താക്കിയെങ്കിൽ ഇത് ചെയ്യാൻ ഞങ്ങൾ 100 ദിവസത്തിനകം ചെയ്യും. ചെയ്തിട്ട് അല്ല മനോജ്, 15 കോടി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. കേന്ദ്രമന്ത്രി പറയട്ടെ ജെയിംസേ, കേന്ദ്രമന്ത്രി മഹാരാഷ്ട്രക്കാരൻ. ഇപ്പൊ ഇവരെന്താ പറഞ്ഞത്? ഈ ലിസ്റ്റ് പുറത്തു വിടുമ്പോൾ ഞങ്ങൾ ഞെട്ടും. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞങ്ങൾ ഞെട്ടാൻ കാത്തിരിക്കുക. ഇതൊന്ന് പുറത്തു വിട്ടൊന്ന് ഞെട്ടണമല്ലോ. ഞങ്ങളിങ്ങനെ ഞെട്ടാൻ കാത്തിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളെ ഒന്ന് ഞെട്ടിക്കാതെ? ഞങ്ങൾ BJP ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഞെട്ടാനായി കാത്തിരിക്കുക. ഇനി ഒരു കാര്യം പറയാം, ഈ ബാങ്ക് അക്കൗണ്ടിൽ കോൺഗ്രസ് പ്രസിഡന്റിനോ കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ AICCയുടെ ഏതെങ്കിലും ഒരു ഭാരവാഹിക്കോ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞെട്ടും. അതല്ല, ഒരു കോൺഗ്രസ്സുകാരനാണ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞെട്ടേണ്ട കാര്യമില്ല. അയാളുടെ പേരിൽ നിയമപരമായ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. നേരെ മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞെട്ടണം. അതല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ടൊരു മന്ത്രിയായി അയാൾ പണം ഉണ്ടാക്കി സ്വിസ് ബാങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ 70 ബാങ്കുകൾ നിക്ഷേപിച്ചാൽ ഞെട്ടേണ്ട കാര്യം ഞങ്ങൾ എന്തായാലും BJP ഞങ്ങൾ ഞെട്ടുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇങ്ങനെ ഞെട്ടാനായി കാത്തിരിക്കുകയാണ്. ഞെട്ടേണ്ട കാര്യമുണ്ടോ? ലിസ്റ്റ് പുറത്തു വിട്ടാൽ 2G സ്പെക്ട്രത്തിലൊക്കെ 1,76,000 കോടി രൂപയുടെ കണക്ക് വന്നിട്ട് കോൺഗ്രസ് ഞെട്ടേണ്ട കാര്യമില്ല. അത് DMK ആണ്. അവർ രണ്ടുപേരെയും പിടിച്ച് കോൺഗ്രസ് അകത്തിട്ടിട്ടുണ്ട്. മനസ്സിലായോ? അവര് പുറത്തു വന്നെങ്കിലും നിയമാനുസൃതമായ നടപടി എടുക്കാനല്ലേ നമുക്ക് പറ്റൂ. ഇപ്പൊ ഈ കള്ളപ്പണത്തിൽ പിടിക്കപ്പെടുന്നവർ പുറത്തു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറ്റം ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കുക എന്നുള്ള ജോലിയാണ് ഗവൺമെന്റ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് അംഗമായിട്ട് പോലും UPA ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് അറിഞ്ഞിട്ടുകൂടി ഒരു പ്രധാനമന്ത്രിക്ക് തന്റെ അധികാര കസേര നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടുകൂടി അവരെ അറസ്റ്റ് ചെയ്യാനും നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാനും അവരെ ജയിലിലടക്കാനും തയ്യാറായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്ത് പറയുന്നു ശ്രീ രാജീവ്? അവര് ഞെട്ടാൻ തയ്യാറായിരിക്കട്ടെ. കാരണം ഞങ്ങളത് പറയാത്തത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് വലിയൊരു ഞെട്ടൽ എന്ന് ഇതുവരെ മോചിതരായിട്ടില്ല. അതൊന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി ക്ലിയർ ചെയ്യാതിരിക്കുകയാണ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ കണക്ക് സാങ്കേതികത്വം എന്നുള്ളൊരു കാര്യമാണ്. ഈ 627 പേരെ ലിസ്റ്റ് നമ്മൾ 100 ദിവസം കൊണ്ട് എന്ത് ചെയ്തു എന്നല്ല, 4ാമത്തെ ദിവസത്തിനകത്ത് SIT ഉണ്ടാക്കി, SITക്ക് ഇത് കൈമാറി, സുപ്രീം കോടതി ഇപ്പം വീണ്ടും അതേ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഇതിനകത്ത് പെടാത്ത ആൾക്കാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൊതുജനമധ്യത്തിൽ അവരെ താറടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളും അന്വേഷണങ്ങളും വ്യക്തമായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ മാത്രമല്ല, ഇത് ഇന്ത്യക്കകത്താണ് 350 പേര് വരുന്നത്. ഈ ലിസ്റ്റ് കൊടുത്തതിൽ 350 പേരും ഇന്ത്യക്കകത്ത് താമസിക്കപ്പെടുന്നവരാണ്. അവരെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ കള്ളപ്പണം എവിടെയാണ്, ഏത് വഴിയിലാണ്, ഇതിനകത്ത് അഴിമതി, ഇത് ഏത് അഴിമതിയിലാണ്, ഇത് പുറത്തു വരേണ്ട അഴിമതിയാണ്.
ഈ പണം സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നേരാക മാർഗത്തിലുണ്ടായ ഒരു പണവും കൊണ്ട് ഇതേപോലെ കൂടിയൊക്കെ ഉണ്ട്. അപ്പം അഴിമതി നടന്നിട്ടുണ്ട്, വ്യക്തമായിട്ടുള്ള അഴിമതി. രാജ്യത്താകമാനം നടന്നിട്ടുള്ള വലിയ അഴിമതികളായിരിക്കും ചിലപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. അത് രാജ്യത്തിന് ഗുണകരമാണ്. മറിച്ച് വേറെ ഒന്നുകൂടെയുണ്ട്. നമ്മളിപ്പം എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? ഈ രാജ്യത്തിന് പുറത്തുള്ള പണം ഇന്ത്യക്കകത്ത് വരണം. ഏത് ഗവൺമെൻറ്റുകളായിരുന്നാലും അതിനകത്തുള്ള നടപടിക്രമങ്ങൾ സ്പീഡിലോ അല്ലെങ്കിൽ പതുക്കെയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം ഇത് വരണമെന്നാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇത് വരാനുള്ള അതിൻ്റെ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിൻ്റെ ഇത് അന്ന് BJP വെറുതെ പറഞ്ഞതല്ല, കണക്കുകൾ പ്രകാരമാണ് പറഞ്ഞത്. ഈ രാജ്യത്തിനകത്തുള്ള നിലവിലെ ഒരു 5 വർഷത്തെങ്കിലും നികുതിയില്ലാത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുന്ന അത്രയും പണം വിദേശ ബാങ്കുകളിലുണ്ട് എന്ന് പറഞ്ഞു. അത് കൊണ്ടുവരേണ്ട കൂട്ടായ പരിശ്രമമാണ്. ഇത് BJP ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇത് രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. ആ സ്വത്തുക്കൾ അഴിമതിയിലൂടെ ഉണ്ടാക്കിയെടുത്തത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ കൊണ്ട് നിക്ഷേപിച്ച് ഇട്ടിരിക്കുന്നത് തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ളത് ഓരോ പൊതുപ്രവർത്തകൻ്റെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കടമയാണ്. ഇന്ന് BJP ഭരിക്കുന്നു എന്നുകൊണ്ട് BJPയുടെ മാത്രം കടമയല്ല. അതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ സംവാദത്തിനപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ഇതിൻ്റെ സാങ്കേതിക തലത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ്. മറിച്ച് ഓക്കെ, ഒറ്റ മിനിറ്റ് ശ്രീ മനോജ്, ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു അഭിപ്രായം, കള്ളപ്പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു നടപടി ഉണ്ടാവണം. ഈ കാര്യത്തോട് എങ്ങനെയാണ് പറയാനുള്ളത്? അതുപോലെ CPM-ന് കള്ളപ്പണമായിട്ട് വല്ല ബന്ധമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് CPIM-ന്റെ ശത്രുക്കൾ പോലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറയുന്നത് അല്ല, ചോദിക്കാൻ കാരണം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കള്ളപ്പണമായിട്ട് ബന്ധമുണ്ടെന്നാണ് ശ്രീ ചന്ദ്രശേഖരൻ. അതങ്ങനെ സാമുദായിക കക്ഷികൾക്ക് വോട്ട് കച്ചവടം നടത്താം, രാഷ്ട്രീയ കക്ഷികൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ ചെയ്യാം. അതൊക്കെ അതല്ലല്ലോ വിഷയം. ഇവിടെ വിഷയം പിന്നെ എങ്ങനെ കള്ളപ്പണം ഉണ്ടാവുന്നതാണ്. ഈ എല്ലാ അക്കൗണ്ടുകളും എല്ലാ കള്ളപ്പണവും കൊണ്ടുപോയി വിദേശത്ത് ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളതല്ല.